ചികിത്സിച്ച് ശരിയാക്കാൻ നോക്കിയായിരുന്നു. പിന്നെ കുറേ ചികിത്സിച്ചിട്ട് ആക്ച്വലി അവനെ ചികിത്സിച്ചിട്ട് വലിയ നടൻ ബാലയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായാണ് മുൻ ഭാര്യ എലിസബത്ത് രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പ്രധാന ചർച്ചാ വിഷയവും ഇത് തന്നെയാണ്. എലിസബത്തുമായുള്ള ബാലയുടെ വിവാഹവും അതിനെ തുടർന്നുണ്ടായ ഡിവോഴ്സ് വാർത്തകളെല്ലാം നമ്മളെ ഞെട്ടിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ കരൾ രോഗത്തെ തുടർന്ന് ബാല ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്നത് എലിസബത്ത് ആയിരുന്നു ബാലയെക്കുറിച്ചുള്ള വിവരങ്ങൾ അവരുടെ ആരാധകരുമായി പങ്കുവെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ വീട്ടിലെത്തിയ ബാലയുടെ ഒപ്പം ഉണ്ടായിരുന്നത് കോകിലയാണ്. പിന്നെ കോകിലയുമായുള്ള വിവാഹവും മറ്റ് വിവാദങ്ങളും ഒക്കെയായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു. ഇപ്പോഴിതാ വീണ്ടും എലിസബത്ത് തന്നെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട്. പേടിച്ചിട്ട് മിണ്ടാതിരുന്നിട്ടുണ്ടെന്നും പക്ഷേ വൃത്തികെട്ട കമൻറ്റുകൾ ഇത്ര കാലമായിട്ടും നിർത്താത്തത് കൊണ്ട് അത് കണ്ട് സഹിക്കാനാകാതെയാണ് താനിപ്പോൾ ഇതെല്ലാം തുറന്നു പറയുന്നതെന്നും എലിസബത്ത് പറയുന്നു. എന്നെ ഇവർ പണിക്കാരിയെ പോലെയാണ് കണ്ടിരുന്നത്, നിങ്ങളുടെ ഭാര്യയല്ലെന്ന് പറയുന്നു. അപ്പോൾ ചെയ്ത ജോലിക്ക് കാശെങ്കിലും തരണ്ടേ? മോഷൻ കഴുകിയതും രാത്രി ഉറങ്ങാതിരുന്ന് നിങ്ങളുടെ ട്രിപ്പ് തീരാതെ നോക്കിയതുമൊക്കെ എന്തിനാണ്? ഇനിയൊരു സ്ത്രീയും ഈ വീട്ടിൽ കയറില്ല എന്ന് ഉറപ്പ് തരുന്നു. അവൻ കുറേ കാലമായി പല പെണ്ണുങ്ങൾക്കൊപ്പവും നടക്കുന്നു, ഇനി വേറൊരു പെണ്ണും കയറില്ല. എലിസബത്തിനെ ഞങ്ങൾക്ക് വിശ്വാസമാണെന്ന് പലരും പറഞ്ഞിരുന്നു. പക്ഷേ പുള്ളിയുടെ ആരോഗ്യം ശരിയായപ്പോൾ ആരും വാക്ക് പാലിച്ചില്ല. അവരെ കാണുന്നില്ല, എന്നെ ബ്ലോക്ക് ചെയ്തും പോയി. കുറച്ചു കാലം നിങ്ങളോടൊപ്പം ജീവിച്ചതാണല്ലോ. ആദ്യമൊക്കെ ഇങ്ങനെയുണ്ടായാൽ ഒന്നുകിൽ തോക്കുമായി വരും, വാളുമായി വരും, അല്ലെങ്കിൽ ഗുണ്ടകളെയും കൊണ്ടുവരും, അല്ലെങ്കിൽ കേസ് കൊടുക്കും, അല്ലെങ്കിൽ മീഡിയയ്ക്ക് മുന്നിൽ വന്നിരുന്ന് അറ്റാക്ക് ചെയ്യും. ആദ്യമായാണ് നിങ്ങളിങ്ങനെ പതുങ്ങിയിരിക്കുന്നത്. അത് പ്ലാനിങ് ആണെന്ന് തനിക്ക് അറിയാമെന്നും എലിസബത്ത് പറയുന്നു. എല്ലാത്തിനും തയ്യാറായാണ് ഞാൻ നിൽക്കുന്നത്. പേടിച്ച് എനിക്ക് മതിയായി. ജയിലിലായാലും ഭക്ഷണം കിട്ടുമല്ലോ. എനിക്ക് 3 ദിവസം ഭക്ഷണം തരാതിരുന്നിട്ടുണ്ട്. റൂമിൽ പൂട്ടിയിട്ടു, ടാപ്പ് വെള്ളം കുടിപ്പിച്ചു. അത്രയ്ക്കൊന്നും ജയിലുണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്നും എലിസബത്ത് തുറന്നു പറഞ്ഞു.